ഹായ് ഫ്രണ്ട്സ്, ഈ വർഷത്തെ പോളിടെക്നിക് റെഗുലർ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. 2024-25 പോളിടെക്നിക് കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. മിനിമം 10ാം ക്ലാസ് പാസ്സായവർക്ക് ഏജ് ലിമിറ്റ് ഇല്ലാതെ പഠിക്കാവുന്ന 3 വർഷ ഡിപ്ലോമ കോഴ്സുകളാണ് പോളിടെക്നിക് കോഴ്സുകൾ. 2 സ്ട്രീമുകളിലായി 38ഓളം ഡിപ്ലോമ കോഴ്സുകളാണ് ഉള്ളത്. 2 സ്ട്രീമുകളിലായാണ് പോളിടെക്നിക് കോഴ്സുകൾ വരുന്നത്. സ്ട്രീം 1 ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സ്ട്രീമാണ്. സ്ട്രീം 2 ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആൻഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്. ഇങ്ങനെ 2 സ്ട്രീമുകളിലായാണ് കോഴ്സുകൾ വരുന്നത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് SSLCയോ THSLCയോ പാസ്സായവർക്കാണ് ഈ കോഴ്സുകളിലേക്കൊക്കെ അപേക്ഷിക്കാവുന്നത്. പ്രായപരിധി ഇല്ല. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, സയൻസ് എന്നീ വിഷയങ്ങളോടെ 10ാം ക്ലാസ് പാസ്സായവർക്ക് 2 സ്ട്രീമുകളിലേക്കും അപേക്ഷിക്കാം. സ്ട്രീം 1ലേക്കും സ്ട്രീം 2ലേക്കും അപേക്ഷിക്കാം. ഇനി മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളോടെയാണ് 10ാം ക്ലാസ് പാസ്സായതെങ്കിൽ സ്ട്രീം 2ലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. അതായത് എഞ്ചിനീയറിംഗ് അല്ലാത്ത മറ്റു ഫീൽഡിലേക്ക്, കൊമേഴ്ഷ്യൽ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് സ്ട്രീമിലേക്കാണ് അപേക്ഷിക്കാവുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്, ആർക്കിടെക്ചർ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ, സിവിൽ എഞ്ചിനീയറിംഗ്, സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, സിവിൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി, ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് ടെക്നോളജി, പോളിമർ ടെക്നോളജി, പ്രിന്റിംഗ് ടെക്നോളജി, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ്, റിന്യൂവബിൾ എനർജി, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ടൂൾ ആൻഡ് ഡൈ, ടെക്സ്റ്റൈൽ ടെക്നോളജി, വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഇത്രയുമാണ് 38 ഡിപ്ലോമ പോളിടെക്നിക് കോഴ്സുകൾ. ഇവയിൽ എല്ലാ കോഴ്സുകൾക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ് പാസ്സാകലാണ്. ജൂൺ 12 വരെയാണ്, അടുത്ത മാസം 12 വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത്. മെയ് 22 മുതൽ ജൂൺ 12 വരെയാണ് അപേക്ഷിക്കേണ്ടത്. ജൂൺ 11 വരെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം. പോളിടെക്നിക് അപേക്ഷയുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ്. റെഗുലർ ആയിക്കോട്ടെ, ലാറ്ററൽ എൻട്രി ആയിക്കോട്ടെ, ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി റെഗുലർ കോഴ്സുകൾക്ക് ഫീസ് വരുന്നത് 200 രൂപ, ജനറൽ വിഭാഗത്തിന് 200 രൂപയും SC/STക്ക് 100 രൂപയുമാണ് വൺ ടൈം രജിസ്ട്രേഷന് ഫീ അടക്കേണ്ടത്. ലാറ്ററൽ എൻട്രിക്ക് ഫീസിന്റെ കാര്യത്തിൽ മാറ്റമുണ്ട്. റെഗുലറിന് അപേക്ഷാ ഫീസ് 200 രൂപയും SC/STക്ക് 100 രൂപയുമാണ്. ഈ ഫീസ് അടച്ചുകൊണ്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായവരാണോ എന്ന് ഉറപ്പാക്കണം. കാരണം ഈ ഒരു കോഴ്സുകൾക്ക് യോഗ്യത നേടാൻ 10ാം ക്ലാസ് പാസ്സാവണം. അതുകൂടാതെ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് കണക്ക്, സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളും, നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് കണക്ക്, ഇംഗ്ലീഷ് വിഷയങ്ങളും 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കണം. അതുപോലെ നിങ്ങൾ അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ അത് നിങ്ങളുടേത് തന്നെ ആയിരിക്കണം. കൃത്യമായ നിങ്ങളുടെ സ്വന്തം നമ്പർ തന്നെ കൊടുക്കുക. അത് അഡ്മിഷൻ പ്രോസസ്സിന് ആവശ്യമാണ്. മൊബൈൽ OTP വെരിഫിക്കേഷന് ശേഷമാണ് ഫീസ് അടക്കാനുള്ള ലിങ്ക് ലഭിക്കുന്നത്. അഥവാ ഫീസ് അടക്കാൻ സാധിക്കാത്തവർക്ക് ഹോം പേജിലെ ചെക്ക് റീട്രൈ പേയ്മെന്റിലൂടെ ഫീസ് അടക്കാനും ഫീസ് അടച്ചോ എന്ന് ചെക്ക് ചെയ്യാനും സാധിക്കും. പേയ്മെന്റ് നടത്തുമ്പോൾ ഒരു GRN നമ്പർ ലഭിക്കും. അത് നിങ്ങൾ ആ ഒരു GRN നമ്പർ നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അത് നിർബന്ധമാണ്. പിന്നെ വൺ ടൈം രജിസ്ട്രേഷനുമായിട്ടോ അല്ലെങ്കിൽ പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട്. കോണ്ടാക്ട് അസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാം. വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ പിന്നെ നിങ്ങൾക്ക് വിവിധ ഗവൺമെന്റ് എയ്ഡഡ്, KEIP, IHRD, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേറെ ഫീസ് ഒന്നും വേണ്ട. നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ഫീസായി നൽകിയത്
ചെയ്ത് തന്നെ മതിയാകും. പിന്നെ അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓരോ കോളേജുകളിലേക്കും. അപ്പോൾ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഒരുപാട് ലിങ്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഗവൺമെന്റ് കോട്ട സീറ്റുകൾക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആണ്. രണ്ടാമത്തേത് NCC കോട്ട സീറ്റുകൾക്ക് വേണ്ടിയുള്ളത്. മൂന്നാമത്തേത് സ്പോർട് കോട്ട സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. നാലാമത്തേത് മാനേജ്മെന്റ് കോട്ട സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. മാനേജ്മെന്റ് സീറ്റുകൾക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ നൽകാൻ സാധിക്കും. റെഗുലർ പോളിടെക്നിക് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നവർ ജൂൺ 12 മുമ്പായി അപേക്ഷിക്കുക. പോളിടെക്നിക്കിന്റെ അഡ്മിഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അഡ്മിഷൻ അപ്ഡേറ്റ്സുമായി വരാം. കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്